ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഈ വചനം പറയുന്നത്, എനിക്കറിയാം ദൈവവചനം പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏറെക്കുറെ ജനങ്ങളും അല്ലെങ്കിൽ ഒരു 90% ആൾക്കാരും ഫാൾസ് ടീച്ചിങ്ങിന് അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് സുവിശേഷത്താൽ ഒരാളെ സ്വതന്ത്രമാക്കുവാൻ വേണ്ടിയാണ്. പക്ഷെ ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിന് സംഭവിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അവർ സുവിശേഷത്തെ ശരിയായി അറിയാത്തതുകൊണ്ട് പൗലോസ് പറയുന്നു, യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയത് ആർ? ഹല്ലേലൂയ. രക്ഷയെക്കുറിച്ചുള്ള വേർഡ് സോസോ എന്ന ഗ്രീക്ക് വേർഡ്, ആ സോസോ എന്ന ഗ്രീക്ക് വേർഡ് പറയുന്നത് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ, രക്ഷ എന്ന് പറഞ്ഞാൽ നീ ഏതെല്ലാം മേഖലകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണോ അവിടെ നിന്നെല്ലാം യേശു നിന്നെ സ്വതന്ത്രനാക്കും. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ഞാൻ പല ക്രിസ്ത്യാനികളുമായി ഫോണിൽ സംസാരിക്കുമ്പോഴും നേരിട്ട് കാണുമ്പോഴും അവർ പറയുന്നതെല്ലാം, പിശാച് ഞങ്ങളെ തകർത്തു, പിശാച് ഞങ്ങളെ ഇല്ലാതാക്കി, ഇനി ഒരിക്കലും എനിക്ക് മുന്നോട്ട് വരാൻ കഴിയത്തില്ല. സഹോദരങ്ങളെ, പിശാച് നിന്നെ തകർത്തതിന്റെ കാരണം ദൈവത്തിന്റെ വചനം ഹോശയ 4-ാം അധ്യായത്തിൽ പറയുന്നു, പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. അപ്പൊ ഞാൻ നശിക്കുന്നതിന്റെ കാരണം, യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ഞാൻ നശിച്ചു പോകുന്നു എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അതിന്റെ കാരണം നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് നിങ്ങൾ പിശാചിനാൽ വഞ്ചിക്കപ്പെടുന്നു.